ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ വൂജുവിന്റെയും ജിയോങ്ങിന്റെയും 8 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അവർ ഡേറ്റ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു കഥയാണ് കാണിക്കുന്നത്. 3 വർഷങ്ങളായി ഇവർ ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ വൂജുവും അത് സെലിബ്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്ന സമയമാണ് അവിടെ ജിയോങ്ങിന്റെ അമ്മ എത്തുന്നതും. ഇവര് തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നേരില്. അവന്റെ അമ്മയെ അവളോട് പറയുന്നുണ്ട്, ജിയോങ് അങ്ങനെ എന്നെ സാധാരണ വിളിക്കാറൊന്നുമില്ല, പക്ഷെ 2-3 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് അവന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നുവെന്നും പറയാണ്. ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് യുയോങ് പോയതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ഇവർ ചിന്തിക്കുകയാണ്. ഈ സമയം ജിയോങ് ആണ് വൂജുവിനെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് വൂജുവും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ചായ അതിനോട് യോജിക്കുന്നില്ല, കാരണം അവളും ഈ ഒരു ഷോയുടെ റൈറ്റർ ആണല്ലോ. ആ സമയം ഹായോങ് ഒരു സൊല്യൂഷൻ പറയുന്നുണ്ട്. പ്രേക്ഷകർ നിന്റെ പേര് റൈറ്റേഴ്സിനെയും ക്രിയേറ്റേഴ്സിന്റെയും കൂട്ടത്തിലാണ് കാണുന്നത്, അതൊന്ന് റിമൂവ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നീട് നീയും ഇവരെ പോലെ സാധാരണ ഒരു പാർട്ടിസിപ്പന്റ് ആയി മാറുമെന്ന് പറയുമ്പോൾ അതിനോട് വൂജു യോജിക്കുകയും ഇതവളുടെ ഷോ ആണെന്ന് സെറ്റിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഷോ ഒരു ഫ്ലോപ്പ് ആകുന്നതിനേക്കാൾ നല്ലത് അവളുടെ പേര് അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണെന്നും അവൾ പറയാണ്. പിന്നീട് അങ്ങനെ ഡയറക്ടർ ചായ് ഇത് നൈറ്റിൽ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനോടും പറഞ്ഞ് അവരെ സെറ്റാക്കുന്നുണ്ട്. എന്തുകൊണ്ട് വൂജുവിനെ തന്നെ സെലക്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ജിയോങ് അവരോട് അവർ ഡേറ്റ് ചെയ്തിരുന്ന കാര്യവും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഷോയുടെ തീം എന്റെ എക്സും ഫസ്റ്റ് ലവും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്റെ ഫീലിങ്സിന് എങ്ങനെ ചേഞ്ച് ഉണ്ടാകുമെന്നാണെന്ന്. പിന്നീട് വൂജുവും കീബേക്കിനോട് ഒരു സോറി ചോദിക്കുന്നുണ്ട്, കാരണം അവളിപ്പോൾ റൈറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ അവക്കിനി അവനെ ഹെൽപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കീബേക്ക് അവർക്ക് ഒരു ടിപ്പ് കൊടുക്കാണ്. ക്യാമറ ഒക്കെ കാണുമ്പോൾ നിനക്ക് നെർവസ്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിന്റെ റീസെന്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഹാപ്പി മൊമെന്റ്സ് ഒന്ന് കണ്ണടച്ച് 3 സെക്കൻഡ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇത് ഞാൻ ആങ്കറിങ് ചെയ്തോണ്ടിരുന്നപ്പോൾ യൂസ് ചെയ്തിരുന്ന ട്രിക്ക് ആണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം നമ്മുടെ വൂജുവിന് ഫസ്റ്റ് ഡേ ആണ് ഇവരുടെ കൂടെ. ഇപ്പൊ ഇവരും ഒരു ഗെയിം കളിക്കുകയാണ്. 4 പെൺകുട്ടികളുടെയും ഓരോ സാധനം ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ബോയ്സിനോട് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആരുടെയാണോ ഇവർ സെലക്ട് ചെയ്യുന്നത് അടുത്ത ഗെയിമില് ഇവരാണ് പാർട്ട്ണർ ആവുന്നത്. 2 പേരുടെ സാധനങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇനി ചോയുടെയും വൂജുവിന്റെയും മാത്രമാണ് ബാലൻസ്. ജിയോങ്ങും അതിനകത്തൊരു കാറ്റിന്റെ കീച്ചയും കണ്ടിട്ട് അത് ചോയുടേതാണെന്ന് മനസ്സിലാക്കുകയും ലാസ്റ്റ് ഉള്ളതാണ് വൂജുവിന്റെ എന്ന് പറഞ്ഞ് അത് എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷേ ആ കാറ്റിന്റെ കീച്ചയും കണ്ടിട്ട് നമ്മുടെ കീബേക്കിന് ചെറിയ സന്തോഷം വരെയാണ്, കാരണം അത് ഓൾറെഡി വൂജുവിന്റെ ആണെന്ന് അവൻ അറിയാമായിരുന്നു. അങ്ങനെ ഇവരുടെ ഗെയിം സ്റ്റാർട്ട് ആവുകയാണ്. ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ റേസ് ചെയ്ത് ആരാണോ ഫസ്റ്റ് അവിടെ ഈ തൂക്കിയിട്ടിരിക്കുന്ന റിങ് കടിച്ചെടുക്കുന്നത് അവർക്കൊരു ഡേറ്റിന് പോകാമെന്നാണ്. റേസിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഗേൾസിനെയാണ് ബാക്കിൽ ഇരുത്തുന്നത്, പക്ഷെ നമ്മുടെ വൂജു മാത്രം കീബേക്കിന് ബാക്കിൽ ഇരുത്തിക്കൊണ്ടാണ് റേസ് ചെയ്യുന്നത്. അങ്ങനെ റേസിന് വിൻ ചെയ്ത് റിങ്ങിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തില് കീബേക്ക് അവളെ പൊക്കി അവള് തന്നെയാണ് ഫസ്റ്റ് ആ റിങ് കഴിക്കുന്നത്. ഈ സന്തോഷത്തില് ഇവര് ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാമറാസ് ഒക്കെ അവർ ഫോക്കസ് ചെയ്യുന്നത് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവർക്കും ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് കിട്ടിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കീബേക്ക് പറയുന്നത് അവന് സ്വന്തമായിട്ട് അത് പേഴ്സണലി യൂസ് ചെയ്യണമെന്നാണ്. ആദ്യമായിട്ട് ഈ ഷോയിൽ എത്തിയിട്ട് ഇപ്പൊ അവക്കും കളിച്ച് ജയിക്കാനൊക്കെ ഉള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വൂജുവും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഇവർ 2 പേരും അതിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിലും അവസാനം കീബേക്ക് തന്നെ അത് സ്വന്തമാക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വൂജുവിന്റെ അമ്മയും അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കൂടെ തന്നെ ഗുവോണും ഉണ്ട്. ഗുവോണിനോട് അവർ ചോദിക്കുന്നുണ്ട്, മോനെ നിന്റെ അമ്മ എന്തിയേ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടുന്ന് വൂജുവും മോനെ എന്ന് വിളിച്ചിട്ട് ഓടി വരുന്നത്. ഇപ്പൊ നമ്മുടെ കീബേക്കും ആ കിട്ടിയ കാർഡ് യൂസ് ചെയ്ത് ചോയുമായിട്ട് ഒരു ഡേറ്റിന് എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് കീബേക്കും അവളോട്, നീ എന്തിനാണ് യുയോങ്ങിനോട് അങ്ങനെ ചെയ്തത്, അവളെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ ഒരു കാര്യം കാണിക്കുന്നത്. രാത്രിയില് യുയോങ്ങും നമ്മുടെ ചോയുമായിട്ട് നടന്നു വന്നുകൊണ്ടിരുന്നപ്പോ ചോയ് അവളോട്, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം എനിക്കറിയാം, ഞാനിത് പ്രൊഡക്ഷൻ ടീമിനോട് പറയുമെന്നൊക്കെ പറഞ്ഞ് അവളെ പേടിപ്പിച്ചിരുന്നു. പറയണ്ട എന്നുണ്ടെങ്കിൽ നീ ഷോ വിട്ട് പോകണമെന്ന് പറയുമ്പോഴാണ് അവളും അവിടുന്ന് പോകുന്നത്. ഇതൊക്കെ കീബേക്കും കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ അവളോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ കീബേക്കും ചോദിച്ച് ഇവർ കുറച്ചു നേരം ഒന്ന് സംസാരിക്കുമ്പോഴാണ് ചോയ്ക്ക് മനസ്സിലാകുന്നത് അവൻ ഇഷ്ടപ്പെടുന്നത് യുയോങ്ങിനെ അല്ല മറിച്ച് വൂജുവിനെയാണെന്ന്. ഇപ്പൊ കാണിക്കുന്നത് ഗുവോണിനെയാണ്. അവനും നമ്മുടെ ഉൻബേക്കിന്റെ അടുത്ത് വന്നിരുന്നിട്ട് അവൻ കഴിക്കുന്ന ഫുഡ് ഒന്ന് കൊടുക്കാവോ, എനിക്ക് മസിൽ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവനും അത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ വലിയ ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ സമയം കീബേക്ക് അവിടെ വരുമ്പോഴാണ് നമ്മുടെ ഗുവോണിനെ കാണുന്നത്. ഇവര് തമ്മിൽ മുന്നേ പരിചയമുള്ളത് കൊണ്ട് തന്നെ നീ എന്തോടെ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കീബേക്കിനോട് അവന്റെ അമ്മ TV ഷോയുടെ റൈറ്റർ ആണെന്ന് മുന്നേ പറഞ്ഞിരുന്നു. ഞാൻ എന്റെ അമ്മയെ കാണാൻ വന്നതാണ്, എന്റെ അമ്മൂമ്മയുടെ കൂടെയാണ് വന്നതെന്ന് പറയുമ്പോൾ നിന്റെ അമ്മ TV-യിൽ റൈറ്റർ ആണെന്നല്ലേ പറഞ്ഞിരുന്നത്, നിന്റെ അമ്മുമ്മ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ കീബേക്കും ഒന്ന് ഷോക്കായിട്ട് നിന്റെ അമ്മയുടെ പേര് വൂജു എന്നിങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ചായ അവിടേക്ക് എത്തുന്നത്. അമ്മയെന്ന് വിളിച്ച് ഗുവോൺ അങ്ങോട്ടേക്ക് ഓടുന്നതും ഇത് കണ്ട നമ്മുടെ ഉൻബേക്കിന് ഹേർട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണ്. കാരണം ചായയോട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അവന്. ഇവിടെ വെച്ച് നമ്മുടെ ജിയോങ്ങും വൂജുവിന്റെ അമ്മയും കണ്ടുമുട്ടുകയാണ്. ഞാൻ എന്റെ മോളെ നാണം കെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൂജുവിന്റെ അമ്മയും അവന്റെ അടുത്ത് ചെന്ന് ഒരു ഓട്ടോഗ്രാഫ് ചോദിക്കുന്നുണ്ട്. അവരുടെ
ഫോണില് വൂജുവിന്റെയും അവരുടെ ഫോട്ടോ കാണുമ്പോഴാണ് ഇത് വൂജുവിന്റെ അമ്മയാണെന്ന് അവന് മനസ്സിലാവുന്നത്. ദൂരെ നിന്ന് ഇവരെ കണ്ടിട്ട് വൂജുവും അടുത്ത് വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷോയിലെ എല്ലാ മെമ്പേഴ്സും ഒരു ഗെയിം കളിക്കാനും വേണ്ടിട്ട് ഇരിക്കുകയാണ്. അത് മറ്റൊന്നും തന്നെയല്ല, ട്രൂത്ത് ഓർ ഡെയർ ആണ്. ഈ സമയമാണ് നമ്മുടെ വൂജു അവിടെ അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ എത്തിയിരിക്കുന്നത്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്. അങ്ങനെ വൂജുവിനെ നോക്കി ജിയോങ്ങും കീബയ്ക്കും കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഗെയിം കളിക്കുന്നതിന്റെ ഇടയിൽ വൂജുവിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാണ്. ജിയോങ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നീ നാളെ ഡേറ്റിന് ആരുടെ കൂടെയാണ് പോകുന്നതെന്ന്. അവളും ഇതുവരെയും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജിയോങ് എങ്കിൽ എന്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ചോദിക്ക് ഒരു എക്സ് അടിച്ച ബ്ലോക്ക് കിട്ടുന്നുണ്ട്. എക്സ് ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് ഇഷ്ടമുള്ള എന്തും ആരോടും ചോദിക്കാമെന്നാണ്. അങ്ങനെ അവളും ജിയോങ്ങിനെ ചൂസ് ചെയ്തിട്ട് ഇവരെ ബ്രേക്കപ്പ് ആവാനുള്ള കാരണമാണ് ചോദിക്കുന്നത്. ഇത് കേട്ട് അവനും പറയുന്നത് ഞങ്ങളുടെ ഓവൻ ചീത്തയായതുകൊണ്ടാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആയതെന്നും. പിന്നീട് നമ്മുടെ പാസ്റ്റിൽ ഒരു കാര്യം കാണിക്കുകയാണ്. ജിയോങ് അവന്റെ അമ്മയുടെ വൂജുവിന്റെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും പറ്റിയിട്ട് കള്ളം പറഞ്ഞിരുന്നു. അവളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ടീച്ചേഴ്സ് ആണെന്നും അമ്മയും അച്ഛനും എല്ലാം ടീച്ചേഴ്സ് ആണ്, അവള് റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലെ ഒരു മെമ്പർ ആണെന്നും പറഞ്ഞിരുന്നു. ഇത് വൂജുവിനെ ഒത്തിരി വിഷമാക്കി അവളെയും അവളുടെ ഫാമിലിയും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവനിങ്ങനെ ചെയ്തതെന്നും അവളും വിചാരിക്കുകയാണ്. ഈ സമയമാണ് ഇവർക്കൊക്കെ ഒരു മെസ്സേജ് വരുന്നത്, നിങ്ങൾക്ക് നാളെ ആരുടെയെങ്കിലും കൂടെ ഡേറ്റിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ആരെയാണെന്ന് ചൂസ് ചെയ്ത് പ്രൊഡക്ഷൻ ടീമിന് മെസ്സേജ് അയക്കാൻ. അപ്പൊ അടുത്ത ദിവസം ഗുവോണിനെയും ഛായയും ഒരുമിച്ച് കണ്ട മിങ്കു നമ്മുടെ ഉൻബേക്കിനോട് പറയുന്നുണ്ട് അത് അവന്റെ മോനാണെന്ന്. ഇത് കേട്ട അവനും അതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഞാൻ വിചാരിച്ചത് നമ്മുടെ ക്യാപ്റ്റൻ സിംഗിൾ ആണെന്നാണ് എന്ന് വളരെ നിരാശാപൂർവ്വം പറയുമ്പോഴാണ് മിങ്കു പറയുന്നത് അവൾ സിംഗിൾ ആണല്ലോ, സിംഗിൾ മോം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നത്. ഇത് കേട്ട് 2 സെക്കൻഡ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഉൻബേക്കിന്റെ ആ നിരാശയെല്ലാം എവിടെ പോയെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഈ സമയം നമ്മുടെ ജിയോയും കീബയ്ക്കും അവരെ ആരാണ് ചൂസ് ചെയ്തതെന്ന് ആലോചിച്ച് ഡേറ്റിന് പോകാനും വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് വരുന്ന പാർട്ട്ണറിനെ. ആ സമയം നമ്മുടെ വൂജു ആണ് ജിയോങ്ങിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഇതിനർത്ഥം വൂജു ആണ് ജിയോങ്ങിനെ ചൂസ് ചെയ്തതെന്ന്. അങ്ങനെ പിന്നീട് ഇവരും ഡേറ്റിന് പുറത്തേക്ക് പോകുമ്പോൾ ജിയോങ്ങിന്റെ ഫാൻസ് എല്ലാം അവനെ നോക്കി ഓ അടിപൊളി സുന്ദരനാണല്ലോ ഇവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കടയിലേക്ക് നമ്മുടെ ജിയോങ്ങും വൂജുവിനെ വിളിച്ചുകൊണ്ട് കയറി അവൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ വേണ്ടിട്ട് ഷൂ ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് വൂജുവിനെയും കൂട്ടി ജിയോങ് വേസ്റ്റ് പറക്കാനെന്നും പറഞ്ഞു പോകുന്നുണ്ട്. ഈ സമയം കീബയ്ക്ക് ചോയുമായിട്ട് ഡേറ്റിന് എത്തിയിരിക്കുകയാണ്. ചോയ് അവനെ കുക്ക് ചെയ്ത് കുറെ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവള് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുറെ കഷ്ടപ്പെട്ട് രാത്രിയിൽ ഉറങ്ങിയതേ ഇല്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവനോടും പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി നീക്ക് ഇപ്പോ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ബാക്കിയുള്ളവർക്ക് എന്നെ നല്ല രീതിയിൽ അറിയത്തില്ല, പക്ഷെ നിനക്ക് എന്നെ അറിയാം, അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്ലീസ് എന്നെയും കൂടി തിരിച്ച് ഇഷ്ടപ്പെടും. നീ എന്നോട് പറയുന്നില്ലേ എല്ലാവരും ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, ഈ ഷോ വെറുതെ കുളമാക്കാൻ നിൽക്കരുതെന്ന്. നമ്മൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലതായിരിക്കും, ഈ ഷോയുടെ റേറ്റിംഗ് അടിപൊളിയായിട്ട് കൂടും, എല്ലാവർക്കും അതാണ് നല്ലത്, അതുകൊണ്ട് പ്ലീസ് ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുന്നതിന് മുന്നേ നീ എന്നെ ഒന്ന് ഇഷ്ടപ്പെടുക എന്ന് പറയുകയാണ്. ഇതേ സമയം ജിയോങ്ങും വൂജുവും വേസ്റ്റ് പറക്കി ഒരു ചെറിയ ബീച്ചിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ ശേഷം ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ നമ്മുടെ ജിയോങ് അവളോട് പറയുന്നുണ്ട് ഇപ്പൊ കളഞ്ഞ വേസ്റ്റ് പോലെ പണ്ടത്തെ എന്നെയും പണ്ടത്തെ നമ്മളെയും കളഞ്ഞുകൂടെ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. ഈ ദിവസമാണ് ഇവരുടെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്നത് ഫൈനൽ ആയിട്ട്. അങ്ങനെ ആരെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ കീബയ്ക്ക് ചിന്തിക്കുമ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ചോയ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എത്തുന്നത്. നീ എന്നെ ചൂസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയെയും വൂജുവിനെയും നശിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കീബയ്ക്കും കണ്ണടച്ചിട്ട് അവൻ വൂജുവുമായിട്ടിരുന്ന് ഓരോ നിമിഷങ്ങളും ചിന്തിക്കുകയാണ്. അവൾ ഇത്രയും നാളും അവന്റെ കൂടെ നിന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് അവനെ പ്രോത്സാഹിപ്പിച്ചതെന്നും ബൂസ്റ്റപ്പ് ചെയ്തതെന്നും എല്ലാം ഓർക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ് അവൻ. അങ്ങനെ അവളെയും കണ്ടപാടെ അവൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ആ ഒരു സംഭവം നടന്നതിന് ശേഷം എനിക്ക് കള്ളത്തരം പറയാൻ പറ്റാത്തത് ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഇപ്പോ നിന്റെ കൂടെ കുറെ ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നും പറയുന്നുണ്ട്. എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അവൻ പറയുകയും പിന്നീട് വൂജുവിന്റെ കൈയെടുത്ത് അവന്റെ നെഞ്ചത്ത് വെക്കുകയും അവന്റെ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ഈ പറഞ്ഞതെല്ലാം കള്ളത്തരമല്ല സത്യമാണെന്ന് അവള് മനസ്സിലാക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇവരെല്ലാരും ബീച്ചിന്റെ സൈഡിൽ തമ്മിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഫസ്റ്റ് ആരെ ചൂസ് ചെയ്യണമെന്ന് നമ്മുടെ കീബയ്ക്കിനോട് ചോദിക്കുന്നത്. അങ്ങനെ കീബയ്ക്കും പയ്യെ നടന്ന് ചെന്ന് ചോയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പിന്നീട് അടുത്തത് വൂജുവിനോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യുന്നതെന്ന്. വൂജുവും 3 സെക്കൻഡ് കണ്ണടച്ചിട്ട് അവളുടെ മനസ്സിലൂടെയുള്ള ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഒരു മാസങ്ങൾക്ക് ശേഷമാണ്. ഈ ഷോ കഴിഞ്ഞിട്ട് ഒരു മാസമായി. ഇന്നാണ് ഈ ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ആവുന്നത്. അങ്ങനെ നമ്മുടെ വൂജുവിന്റെ അമ്മയും കീബയ്ക്കിന്റെ ഫാമിലിയും ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ടെറസിൽ ഇരിക്കുന്നുണ്ട് സന്തോഷത്തില്. ഈ സമയം ചെയ്യുന്നത് ഒരു സ്പൈസി ഫുഡിന്റെ ഒരു ചെറിയ കട ഫുള്ളായിട്ട് തന്നെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ആരോ എത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമയമാണ് ടെറസിലേക്ക് വൂജു എത്തുന്നത്. ഞാൻ ലേറ്റ് ആയി പോയോന്ന് ചോദിച്ച് വൂജു അവിടെ വന്നിരിക്കുമ്പോ പണ്ടത്തെ പോലെ കീബയ്ക്കുമായിട്ട് വലിയ മിണ്ടലൊന്നും ഇല്ല. കാര്യങ്ങളൊക്കെ ഭയങ്കര ഓക്കടാണ് തമ്മില്. ഇപ്പൊ നമ്മുടെ ജിയോങ്ങിന്റെ കൂടെ കടയില് വൂജു ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ അവക്കും വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവനവന്റെ ടീംമേറ്റ്സിനെയൊക്കെ
വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു ഫുൾ എപ്പിസോഡ് കണ്ടിട്ടും ഇതുവരെയും നമ്മുടെ കീബയ്ക്കും പൂജയും തമ്മിൽ മിണ്ടിയിട്ടില്ല. ഇവര് മിണ്ടിയിട്ട് ഇപ്പോ 1 മാസം ആവുന്നു. അന്ന് ഷോയുടെ ലാസ്റ്റ് ദിവസം സംസാരിച്ചതാണ്, ഇതുവരെയും പിന്നീട് സംസാരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓക്കഡാണ്. ലാസ്റ്റ് സംസാരിച്ച് നിർത്തിയത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ ഉള്ള കാര്യമായിരുന്നല്ലോ. അങ്ങനെ പിന്നീട് ഇവർ പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് കാണുമ്പോൾ നമ്മുടെ വൂജു അവനോട് നീ എന്തിനാണ് എന്നെ ഇഗ്നോർ ചെയ്യുന്നതെന്ന് ചോദിക്കാണ്. നമ്മൾ കുറെ നാളായാലും മിണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ച് വിയേർഡ് ആണെന്ന് പറയാണ്. നമ്മൾ അന്നത്തെ ദിവസത്തിന് ശേഷം ഇപ്പോഴല്ലേ മിണ്ടുന്നത്, അറ്റ്ലീസ്റ്റ് നിനക്ക് കോളെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് നമ്മുടെ കീബേക്കിനോട് അവൾ പറയുമ്പോഴാണ് അവൻ പറയുന്നത് ഞാൻ ഡെയിലി നിന്നെ പക്ഷെ കാണുന്നുണ്ടായിരുന്നു എന്ന്. പൂജവും പറയാണ് ഞാനൊരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ തന്നെ പോയി. ഒരു ദിവസം നീ ഭയങ്കര വിയേർഡ് ആണെന്ന് വിചാരിക്കും, പക്ഷെ മറ്റൊരു ദിവസം നീ നല്ല അടിപൊളിയാണെന്ന് വിചാരിക്കും. ഒരു ദിവസം നിന്നെ കോൾ ചെയ്യണമെന്ന് വിചാരിക്കും, മറ്റേ ദിവസം നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്ന പോലെ തോന്നും. ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് അവളൊന്ന് വാപുത്താണ്. അവൾ അറിയാതെ അവളുടെ മനസ്സിലുള്ള എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞ് നാണത്തില് പെട്ടെന്ന് നമ്മുടെ വൂജുവും ആ സ്ലൈഡിലൂടെ ഒന്ന് താഴേക്ക് വീഴുമ്പോഴാണ് നമ്മുടെ കീബേക്ക് അവളോട് ചോദിക്കുന്നത് അന്ന് 3 സെക്കൻഡ് നീ എന്താണ് കണ്ണടച്ച് ആലോചിച്ചതെന്ന്. അവൾ ആ 3 സെക്കൻഡില് അവര് ബീച്ചിലിരുന്ന് സന്തോഷ നിമിഷങ്ങളാണ് ആലോചിച്ചത്. എന്നിട്ട് അവള് കണ്ണു തുറന്നിട്ട് ആ ഷോയിൽ ഞാൻ ആരെയും ചൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയിരുന്നു. അങ്ങനെ ഈ സമയം ഇവർ രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ തമ്മി ഒരു ചെറിയ നാണമുണ്ട്. അങ്ങനെ നമ്മുടെ കീബയ്ക്കും അവളെ കിസ് ചെയ്യാണ്. അതോട് കൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പനിയായതുകൊണ്ട് തന്നെ ഇന്നത്തെ വോയിസിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും, അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.